ഇപ്പം നമ്മൾ വാഗമണ്ണിനടുത്തുള്ള പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടുന്ന് നമ്മൾ മൂലമറ്റം ഭാഗത്തേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഇടത്തോട്ട് കിടക്കുന്ന വഴിക്ക് പോയാൽ കാഞ്ഞാറ് ഭാഗത്തേക്കും വലത്തോട്ടുള്ള വഴിക്ക് പോയാൽ മൂലമറ്റം വഴിക്കുമാണ് പോകുന്നത്. എല്ലാം തൊടുവഴിക്കുള്ള റോഡിലേക്ക് തന്നെ ചെന്ന് ചേരുന്നത്. ഇവിടെ നമുക്കൊരു കെട്ടിടം കാണാം. ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ ഒരു പ്രത്യേക ഭംഗിയില്ല അത് കാണാനായിട്ട്. DC കോളേജാണ് ഇതിൻ്റെ താഴെ, അവരുടെ ഒരു ബിൽഡിങ്ങാണ് തോന്നുന്നത്. DC കോളേജിൻ്റെ കെട്ടിടങ്ങളാണ് ഈ കാണുന്നത്. രണ്ട് കെട്ടിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ നടുക്കൊരു ബ്രിഡ്ജൊക്കെ കാണാം. ഒരുപാട് കുട്ടികളൊക്കെ പഠിക്കുന്നൊരു പ്രസ്ഥാനമാണ് ഇവിടെ. ഇപ്രാവശ്യം ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്ത് പ്രകൃതി അങ്ങനെ വേഗത്തിൽ പച്ച പുതയ്ക്കാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ഇനിയിപ്പോൾ താഴോട്ട് ഇറങ്ങിപ്പോകുന്ന ഈ ഒരു റോഡൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര വളവാണ്. ഇതുണ്ടോ, ഒരു വാഹനം മുകളിൽ നിന്ന് വരുന്നുണ്ട്. വണ്ടിയൊക്കെ കറങ്ങിയാണ് പോകുന്നത്. ഇവിടെ നിന്നൊക്കെയാണ് നമുക്ക് ആ മലനിരകളുടെയൊക്കെ ഒരു നല്ല രീതിയിലുള്ള കാഴ്ചകൾ കാണാൻ സാധിക്കുക. അതിനിടയിൽ കൂടെ നമുക്ക് റോഡ് ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. അവിടെ നല്ല പച്ചപ്പല്ലേ നോക്കി. ഈ വഴിക്കൊക്കെ വരുമ്പോൾ മോളിൽ നിന്ന് ഇങ്ങോട്ടെ നല്ല ഇറക്കമാണേ. ആ മോളിൽ നിന്ന് ഒരു ചെറിയ പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടേ. ഇപ്പോൾ പുഴയിലൊക്കെ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ ആരംഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത് വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്. നല്ല ഭംഗിയില്ല ഇത് കാണാൻ. ഇതിലെ KSRTC ബസ് സർവീസൊക്കെ ഉള്ള കേട്ടോ. ഒക്കെ വളവൊക്കെ കയറി പോകുന്നത് ഭയങ്കരമാണ്. ഈ മലയടിവാരത്തിൽ നമുക്കൊരു ചെറിയ റിസോർട്ടൊക്കെ കാണാം ഇവിടെ. കർത്തലോങ് എന്നൊക്കെ ഇതിൻ്റെ പേര്. ഈ വഴിക്ക് ഇത് ഈ ഒരു മലയടിവാരത്തിൽ ഇത് കാണാൻ ഒത്തിരി ഭംഗിയല്ലേ. നിങ്ങൾ മുകളിൽ നോക്കി. ഈ റിസോർട്ടിനോട് ചേർന്ന് ഇവിടെ ഒരു ചെറിയ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അത്ര ചെറുതൊന്നുമല്ല, വലുതൊക്കെ തന്നെയാണ്. പക്ഷെ വെള്ളം കുറവാണ് ഇപ്പോൾ. ഇതാണ് കേട്ടോ റിസോർട്ടിൻ്റെ ഫോൺ നമ്പറൊക്കെ അതിലുണ്ട്, കാണാവോ. ആ മലമുകളിൽ നിന്ന് നമ്മൾ വന്ന വഴിക്ക് തുടങ്ങി വരുന്നൊരു വെള്ളച്ചാട്ടമാണ്. നല്ല മഴയായാൽ നല്ല രസമായിരിക്കും കാണാൻ. ഒരു നാടൻ തട്ടുകട എന്നൊക്കെ എഴുതി വെച്ചിട്ട് സംഭവം ഇവിടെ കാണാം കേട്ടോ. പക്ഷെ അതിപ്പോഴും ഓപ്പണൊന്നുമല്ല. അതിൻ്റെ മുകളിൽ അവരുടെ വീടും ഒക്കെ ഉണ്ട്. ആ റിസോർട്ടിലൊക്കെ റൂം എടുത്ത് താമസിക്കുമ്പോഴേ രാവിലെയൊക്കെ നല്ല വ്യൂ ആണ് ഇപ്പുറത്തെ സൈഡിലേക്ക്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു ബാൽക്കണി. ആ ഒരു ഏരിയ ഇവിടെ നമുക്ക് ആ മലയുടെ മുകളിൽ നിന്നും ഈ പാറയുടെ മുകളിൽ കൂടെ ഒഴുകുന്നൊരു മനോഹരമായൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. വാഗമണിലേക്ക് ലോഡും കയറ്റി പോകുന്ന വാഹനങ്ങളൊക്കെയാണ്. മുന്നോട്ട് കിടക്കുന്ന വഴിയുണ്ടോ, എന്തൊരു പച്ചപ്പാന്ന് നോക്കി. തോട്ടപ്പയറൊക്കെയാണ് വഴി സൈഡിൽ. ഒരു കാലത്ത് ഈ തോട്ടപ്പയറിനൊക്കെ നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അങ്ങനെ വിലയില്ലെന്ന് തോന്നുന്നു. തോട്ടപ്പയർ കണ്ടോ വഴി സൈഡിൽ മൊത്തത്തിൽ. ഇത് നല്ല രസമുള്ളൊരു യാത്ര കേട്ടോ. സൈഡ് നല്ല പച്ചപ്പായിട്ട്. ചെറുക്കനെ കൂടെ കൂട്ടുണ്ടായിരുന്നു, പുറകെ ഇരുന്ന് വീഡിയോ എടുക്കാൻ ഒരാളുണ്ടായിരുന്നെങ്കിൽ. ഞാൻ ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത്. ആ ഒരു മലനിര കണ്ടോ, അവിടെ നിന്നല്ല നമ്മൾ വന്നത്. നമ്മൾ ഈ ഒരു സൈഡിൽ നിന്ന് ഇറങ്ങി വന്നതേ. ഇവിടെ നമുക്ക് പ്രത്യേകം മലകളൊക്കെ ഇങ്ങനെ കൂമ്പി നിൽക്കുന്നത് കാണാം. അത് നോക്കി, ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മളിങ്ങോട്ട് ഇറങ്ങി വന്നത്. ആ ഒരു സൈഡിൽ കൂടെ കുറേ വളവുകളൊക്കെ ഇറങ്ങി. ഇവിടെയൊക്കെ ഒത്തിരി ഭംഗിയുള്ള കാഴ്ച കേട്ടോ. ഇത് എടാടെന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടുന്ന് മുകളിലേക്ക് ഒരു വഴിയൊക്കെ പോകുന്നുണ്ട്, എടാട് മലയിലേക്കൊക്കെ. അതിങ്ങനെ കയറി ചെന്ന് കഴിയുമ്പോഴത്തേക്കും അവിടെ മനോഹരമായൊരു ഗുരുമന്ദിരമൊക്കെ കാണാവേ. ഇതിൻ്റെ അതിലെ റോഡ് മുകളിലേക്ക് പോകുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻട്രോ പറഞ്ഞില്ല കേട്ടോ. ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ആ കാര്യം ഓർത്തത്. ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പുള്ളിക്കാനത്ത് നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നത് മൂലമറ്റം ഭാഗത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കുള്ള കുറച്ച് ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കണ്ടുപോകാം. എടാട് സിറ്റിയാണ് കേട്ടോ.
ഇതാ ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസൊക്കെ നമുക്ക് കാണാം. താഴെ ഒരു ചെറിയ കവലയൊക്കെ ഉണ്ട്. എടാട്ടുമല LP സ്കൂൾ, ഉപജില്ല അറക്കുളം. എടാട്ടുമല എന്നുണ്ട്, എടാടെന്നുണ്ട് കേട്ടോ. ഇപ്പോൾ സ്കൂളിലേക്കുള്ള വഴിയാണിത്. നമ്മൾ സ്കൂളിലേക്ക് പോകുന്നില്ല, കുറച്ച് ഇവിടെ നിന്നുള്ള സ്കൂളിൻ്റെ ഭംഗിയുള്ള ആ ഒരു കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം. 2019-20 ഈ സ്കൂൾ തുടങ്ങിയത്. അല്ല കേട്ടോ, 1947 അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് പുനർപ്രവൃത്തിയൊക്കെ ചെയ്തതിൻ്റെ ആയിരിക്കും 2019-20 എടാട് ടൗണിലെ ഒരു കടയാണിത്. അവിടെ ഒരു കുരിശുപള്ളിയുണ്ട്. പിന്നെ ഇപ്പുറത്ത് നമ്മൾ ഇറങ്ങി വന്ന വഴിക്ക് ഇങ്ങനെ ഈ ഒരു സൈഡിൽ നോക്കും എടാട് പള്ളിയൊക്കെ കണ്ടു. ആ സൈഡിലും ഒരു കടയുണ്ട് കേട്ടോ. പള്ളി കാണാൻ ഒത്തിരി ഭംഗിയുണ്ട്. പള്ളിയിൽ എന്തോ പ്രോഗ്രാം നടക്കുന്നുണ്ട്. കമ്മലിയടിയുണ്ടോ, അവരെ കാണാൻ ഒത്തിരി ഭംഗിയാട്ടോ. അല്ല മഞ്ഞ കളറും പച്ച കളറും ഒക്കെ ആയിട്ട്. എടാട് ടൗണേ അവിടെ ഒരു കടയൊക്കെ ഉണ്ട് കേട്ടോ. അതിന് മുകളിൽ നല്ല കളറായിട്ടൊരു വീടൊക്കെ കാണാമല്ലേ. ഇവിടെ ഒരു 2 പുഴ ഒന്നിച്ചു വരുന്നുണ്ടേ. വന്നിട്ടതാ അവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇതിലേ ഇങ്ങനെ ഇവിടെ ഒരു പാലമുണ്ട്, അതിൻ്റെ കീഴേ കൂടെ അങ്ങ് ഒഴുകി പോവാ താഴേക്ക്. ചെറിയൊരു വെള്ളച്ചാട്ടമായിട്ട് പോകുന്നുണ്ട്. മഴയൊക്കെ നല്ലതായിട്ട് പെയ്യുവാണെങ്കിൽ നല്ല അടിപൊളി വെള്ളച്ചാട്ടമായിരിക്കും. ഇവിടെ നിന്നൊരു വഴി മുകളിലേക്ക് പോകുന്നുണ്ടേ. ഒരു CSI പള്ളിയിലേക്ക് പോകുന്ന സെൻറ്റ് മാത്യൂസ് CSI ചർച്ച് എടാടെന്ന് പറയുന്ന സ്ഥലം. അത് കുറച്ച് മേളിലാന്ന് തോന്നുന്നു. അപ്പോൾ സമയക്കുറവ് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. ഈ വഴി സൈഡിലാ താഴെ അവിടെ ഒരു പെട്ടിക്കടയുണ്ടേ. ഒത്തിരി കാഴ്ചകളുണ്ട് ഈ വഴിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ. എടാട് ഭാഗം തന്നെയാണ്. അവിടെ സാംസ്കാരിക നിലയമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു ചെറിയ അമ്മാവൻ്റെ കടയുണ്ട്. ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ്. അവിടെ ഒരു എന്താണെന്ന് അറിയത്തില്ല, ഒരു ചെറിയ ഒരു ആരാധനാലയം പോലത്തെ ഒരു സംഭവം തോന്നുന്നു. അതോ സാംസ്കാരിക നിലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. പിന്നെ ഇവിടെ ഇതാ ഒരു അമ്പലമൊക്കെ കാണാവേ. അമ്പലത്തിലേക്ക് കയറിപ്പോന്നു. ഇവിടെ എന്തൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നമ്മളവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വഴി അവിടെ ഒരു ശുനകൻ നിൽപ്പുണ്ട് കേട്ടോ. അല്ലെ അങ്ങോട്ടൊന്ന് പോകാമായിരുന്നു. അവൻ നമ്മളെ നോക്കി ഇങ്ങനെ ഇടഞ്ഞു നിൽക്കുക. കരയോഗം കമ്മിറ്റി ഓഫീസാണ് എന്തിൻ്റെയോ. പള്ളിയൊന്നുമല്ല കേട്ടോ. അതെ, മല അരയ മഹാസഭയുടെ കേട്ടോ ഒരു കരയോഗം കമ്മിറ്റി ഓഫീസാണേ. വീണ്ടും നല്ല പച്ചപ്പുള്ള വഴി കേട്ടോ. തോട്ടപ്പയറിൻ്റെ ഒരു ഭംഗി വേറെ ലെവലാട്ടോ. ഇങ്ങനെ വഴിയിലേക്ക് ഇറങ്ങി കിടക്കുവാണേ. ഇവിടുന്ന് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ. ആ മലയിടുക്കുകളൊക്കെ കണ്ടോ, അതിങ്ങനെ വട്ടം ചുറ്റി ഇങ്ങനെ നിൽക്കുക. ആ മലയിടുക്കിൻ്റെയൊക്കെ മുകളിൽ കൂടെ അങ്ങേയറ്റത്തൊക്കെ ഓഫ് റോഡ് ജീപ്പൊക്കെ പോയി കയറുന്നതാണേ. ഇവിടെ നമുക്ക് താഴെ കണ്ടോ കുറച്ച് കൃഷിയിടങ്ങളൊക്കെ പിന്നെ കാണാം അവിടെ. അതിനിടയ്ക്ക് വീടുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ താഴോട്ട് ചെല്ലുമ്പോൾ വീടുകളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. നമ്മൾ ഇറങ്ങിപ്പോകുന്ന വഴി കിടക്കുന്നുണ്ട്. ഇവിടത്തൊക്കെ ഒരു കാഴ്ചകളുണ്ടോ. ഇപ്പം മഴ പെയ്യുമെന്നാണ് തോന്നുന്നത്. ഇവിടെയൊക്കെ മഴ പെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. സംഭവം മൊത്തം ചീറ്റി കേട്ടോ. ഇപ്പം മഴ പെയ്യുമെന്ന് തോന്നേ. മുകളിലൊന്നും മഴയുടെ ഒരു ഇതൊന്നും കണ്ടില്ല. എൻ്റെ പൊന്നോ, മഴ പെയ്യായിരുന്നു. നമ്മൾ വീഡിയോ കംപ്ലീറ്റ് ആക്കണ്ടായിരുന്നു. പെയ്യുവേലായിരിക്കും. കുറച്ചിങ്ങ് ഇറങ്ങി വന്നപ്പോൾ ഇവിടെ ഒരു സ്ഥലം അമ്പാട്. ഈ അമ്പാടിലെ ഒരു LP സ്കൂൾ കണ്ടോ. ഇത് നിർമ്മിച്ചത് 1936 കേട്ടോ. മുകളിൽ നമ്മൾ 47 കണ്ടു. ഇത് 36. സ്കൂളിൽ ആളുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും കാണാൻ ഒത്തിരി ഭംഗിയുള്ള സ്കൂളാണ്. നമ്മുടെയൊക്കെ ഒരു ചെറുപ്പകാലം ഈ സ്കൂളൊക്കെ കാണുമ്പോൾ അങ്ങനെ ഒരു ഓർമ്മ വരികയല്ലേ, നമ്മളൊക്കെ പഠിച്ച്. അപ്പം അതുപോലെ തന്നെ ഈ അമ്പാട് എന്ന് പറയുന്ന സ്ഥലത്തൊരു അമ്പലമുണ്ട് കേട്ടോ. അതുണ്ട്. പക്ഷേ അമ്പലത്തിലേക്ക് നമ്മൾ കയറി പോകുന്നില്ല. വെളിയിൽ നിന്ന് കാണാം. ഇതിങ്ങനെ കാണത്തുള്ളേ. പുറമത്തെ ഒരു ആർച്ചൊക്കെ കാണത്തുള്ളൂ. അമ്പാട് ദേവനാണോ ദേവിയാണോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ മുകളിൽ നിന്ന് ഇറങ്ങി വന്നു താഴോട്ടുള്ളത് മൂലമറ്റത്തേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു ജംഗ്ഷനാണ്, ഈ അമ്പാട് ജംഗ്ഷൻ. അപ്പോൾ ഇവിടുന്ന് ഈ കടയുടെ അവിടെ നിന്ന് ഇങ്ങനെ മേളിലേക്ക് ഒരു വഴിയുണ്ട്. ആ വഴിക്ക് പോയാൽ ഒരു പഴയ CSI പള്ളിയൊക്കെ ഉണ്ടേ. സെൻറ്റ് ലൂക്കസ് CSI ചർച്ച് ഇലപ്പള്ളി. അപ്പം നമ്മൾ ഇലപ്പള്ളി ആ ഒരു ഭാഗമാണ്. നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വന്നാലോ. പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് ഇവിടെ ഒരു പാലം കണ്ടേ.
എന്നാൽ ഒരു പുഴയും കാണുമല്ലോ എന്ന് ചോദിച്ചാൽ പുഴയിലോട്ടൊന്ന് നോക്കിയേ. ഓ, എന്തൊരു മനോഹരമായ കാഴ്ച നോക്കിയേ. ആ കാടിൻ്റെ ഉള്ളിൽ കൂടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. നല്ല മഴയായ ഈ രണ്ട് സൈഡിൽ കൂടെ വെള്ളം കാണുമായിരിക്കും. അപ്പോൾ ആ ഒരു സൈഡിലെ വെള്ളം കാണുന്നുള്ളൂ. ആ കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരുന്നുണ്ട്. പിന്നെ കരയ്ക്കൊരു വീടൊക്കെ ഉണ്ട്. എന്നാലും നല്ല തണുത്ത വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് കാണുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗി വേറെ കേട്ടോ. ഇതിനടുത്താണ് ഇലപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ വരുന്നത്. അത് നമ്മൾ പോകുന്ന വഴിക്കാൻ തോന്നും. മുകളിൽ നിന്ന് ആ വെള്ളം ഒഴുകി അങ്ങ് പോകുന്നുണ്ടോ. എന്ത് സ്മൂത്തായിട്ടല്ലേ. നമുക്ക് മുകളിലോട്ട് പോവാം. അതിലേ അങ്ങനെ ആ വഴി പോകുന്നു കേട്ടോ, പള്ളിയിലേക്ക്. പഴയ പള്ളി ആയതുകൊണ്ട് കാണാൻ നല്ല രസമായിരിക്കും. അതൊന്ന് പോയി നോക്കിയിട്ട് വരാം. പള്ളിയിലേക്ക് കിടക്കുന്ന വഴി കണ്ടോ. ഈ വഴിയൊക്കെ ഈ ഇടയ്ക്ക് അവർ തെളിച്ചിട്ടാണെന്ന് തോന്നേ. മലയടിവാരത്തിൽ സെൻറ്റ് ലൂക്സ് CSC ചർച്ച് ഇരിക്കുന്നുണ്ടോ. ഏത് വർഷമാണ് നിർമ്മിച്ചതെന്നുള്ളതൊക്കെ അവിടെ ഒരു ബാനർ വെച്ചിട്ടുണ്ട്. അതിൽ നോക്കാം നമുക്ക്. കുറച്ച് വാകയൊക്കെ പൂത്ത് നോക്കിയേ പള്ളിയുടെ അടുത്തായിട്ടേ. പള്ളിയുടെ ഒരു ദൂരക്കാഴ്ച നമുക്കിങ്ങനെ കാണാം. പക്ഷേ ഇതിൻ്റെ വർഷവും പഴക്കമൊന്നും ഇവിടെ കാണുന്നില്ല. എന്തായാലും ഒരു 10-100 വർഷത്തിനടുത്ത് എന്തായാലും പഴക്കം കാണും കേട്ടോ. കാരണം ഇതൊക്കെ പഴയ കാലത്ത് സായിപ്പുമാരുടെ കാലത്തൊക്കെ ഉള്ള പള്ളിയല്ലേ. ഇതിൻ്റെ മുകളിലായിട്ട് കൂവപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്തൊരു പള്ളിയൊക്കെ ഉണ്ടേ. അതിന് നല്ല പഴക്കമുള്ളൊരു പള്ളിയാണ്. ഇതിൻ്റെ ചുറ്റിനും നല്ല പച്ച പട്ടു വിരിച്ച മലനിരകളൊക്കെയാണ്. കുറേ തെങ്ങുകളൊക്കെ നിൽപ്പുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കൂടെ ആ മലനിരകളുടെ കാഴ്ചകളും കാണാൻ ഒരു ഭംഗി വേറെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കവലയിലെത്തിയേ. ഇലപ്പള്ളിയാന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. മരത്തിൻ്റെ ഉള്ളിലൊരു കടയും കുറച്ച് ആൾക്കാരെ കാണാതെ. അതിൻ്റെ അപ്പുറത്ത് പുഴയാണ്. ആ പുഴയുടെ കുറച്ച് കാഴ്ചകളൊന്നും കണ്ടു. തമിഴ്നാട് ടൂറിസ്റ്റുകളൊക്കെയാണ് കേട്ടോ. അങ്ങ് മോളിൽ നിന്ന് ആ വെള്ളം ഇറങ്ങി വരുന്നുണ്ടോ. അടിപൊളി കാഴ്ച കേട്ടോ. ഇലപ്പള്ളിയിലെ പുഴയും വെള്ളച്ചാട്ടവും ഒക്കെ. കാടിൻ്റെ ഉള്ളിൽ നിന്ന് ആ മലമുകളിൽ നിന്ന് ആ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്ന കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണോ. നമുക്കത് വരുന്ന വഴിയൊന്ന് കണ്ടു നോക്കാം. തൊടുപുഴയ്ക്കടുത്തുള്ള മൂലമറ്റത്തിനടുത്തുള്ള ഇലപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളെ. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ വല്ലപ്പോഴേ നമുക്ക് കാണാൻ കിട്ടുള്ളൂ. മഴയുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഇതുപോലത്തെ തോടുകളൊന്നുമില്ലല്ലോ, പുഴയൊന്നുമില്ലല്ലോ. ഇത് തോടെന്ന് പറയാൻ പറ്റില്ല, വലിയൊരു പുഴയാണ്. ഇതൊന്ന് ചേരുന്നത് ഇടുക്കി ഡാമിൽ നിന്ന് വരുന്ന വൈദ്യുതി ഉത്ഭവിച്ച് വരുന്ന ആ ഒരു വെള്ളത്തിലേക്ക് തന്നെ ഇത് ചെന്ന് ചേരുന്നത്. മൂവാറ്റുപുഴയാറുമായിട്ടൊക്കെ സംഗമിച്ച് പോകും. നമുക്ക് ഈ റോട്ടിൽ നിന്ന് ആ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകളൊന്നും കണ്ടു നോക്കാവേ. മരങ്ങളുടെ ഒക്കെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ട്. മുകളിൽ നിന്ന് അത്രയും വെള്ളം ഒഴുകി വന്നിട്ട് ഇവിടെ വന്നപ്പോൾ കണ്ടോ എത്ര വെള്ളം കുറവാന്ന് നോക്കി. നമ്മൾ താഴോട്ട് ഇറങ്ങി ചെല്ലുന്നിടത്ത് ഈ പുഴ ക്രോസ് ചെയ്ത് വേണം പോകാനായിട്ട്. ഈ കടയുടെ കാഴ്ച അടിപൊളിയാട്ടോ. കടയിൽ നാരങ്ങാമുട്ടായി ഉണ്ട്, കോലുമുട്ടായി ഉണ്ട്, ഞുറുക്കുണ്ട്, പിന്നെ എന്തൊക്കെയാ മിച്ചർ, കടലമുട്ടായി, കേക്ക്, ഇങ്ങനെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. പോപ്കോൺ ഉണ്ട്, അവിടെ ബിങ്കോസ് ഉണ്ട്. ബിങ്കോസ് നമ്മൾ ഇതുപോലുള്ള വഴിക്കൊക്കെ കുറേ യാത്ര ചെയ്ത് വരുമ്പോഴേ ഫസ്റ്റ് യാത്ര ചെയ്ത് നല്ല ക്ഷീണിക്കുക. അപ്പോൾ ഇതുപോലെ ചെറിയ പെട്ടിക്കടകളിലൊക്കെ വന്നിട്ട് നമുക്കൊരു നാരങ്ങാവെള്ളമോ കടിഞ്ചായയോ ചായയോ കാപ്പിയോ. അപ്പോൾ നമുക്ക് കടിഞ്ചായ കിട്ടി കേട്ടോ. ആ ചേച്ചിയാണ് ഈ കട നടത്തുന്നത്. കടിഞ്ചായ കൊടുക്കുന്നു, നല്ല ഫസ്റ്റ് കടിഞ്ചായ. ഇപ്പോൾ ഇത് കുടിച്ചിട്ട് മുന്നോട്ട് പോകാം. അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോഴേ നല്ല അടിപൊളി തെങ്ങും തോട്ടമൊക്കെ കണ്ടോ. ഈ തെങ്ങും തോട്ടത്തിൻ്റെ നടുവിലായിട്ട് ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടേ. ആ വീടിൻ്റെ മുറ്റത്ത് നല്ല വാഴപ്പൂ നിൽക്കുന്നുണ്ടോ. നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് അത് ഇഷ്ടംപോലെ നമുക്ക് അടുത്തുണ്ടായിരുന്നേ. ഇപ്പോൾ അതൊക്കെ ഇങ്ങനെയൊക്കെ നമുക്ക് കാണാനുള്ളൂ. നമ്മുടെയൊക്കെ വീടിൻ്റെ മുറ്റത്ത് പണ്ട് ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഇവിടെ അടുത്തായിട്ട് നമുക്ക് കുറച്ച് പുഴയുടെ കാഴ്ചകൾ വേറെ കാണാനുണ്ടേ. ഇല്ലേ അങ്ങോട്ട് കയറി പോയാൽ കാണാം നമുക്ക് കേട്ടോ. ഇവിടെ നിന്നും നമുക്ക് കാണാവേ ആ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടെ ഒരു പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. പാറയിലൊക്കെ പായൽ പിടിച്ച് തുടങ്ങി.
ഇതിലെ ഒരു ചെറുവഴിയുണ്ടേ, ആ വഴിക്കൂടെ ഒന്ന് പോയി നോക്കാം. മുകളിൽ നിന്ന് ആ പുഴ ഒഴുകി വരുന്നതാണ്. റബ്ബർ പാൽ സംഭരണത്തിൻ്റെ ഈ വീപ്പയൊക്കെ ഇവിടെ കിടക്കുന്നത്. ആ എന്തൊരു ഗ്രീനറി അല്ലേ. ഇത് മുകളിലൊരു വീടൊക്കെ ഉണ്ടേ, പട്ടിയുണ്ട്, കോഴിയുണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടെ നിന്നൊരു പാറയിൽ കൂടെ വെള്ളം ഒഴുകി വരുന്നുണ്ടോ. ഇവിടെ നാനാവശത്തുനിന്നും പുഴ ഒഴുകി വരുവാണ്. അതുകൊണ്ട് അവിടെ നിന്ന് വരുന്നു പറഞ്ഞാൽ, പിന്നെ ഇത് ഈ മോളിൽ നിന്ന് പറഞ്ഞാൽ ആ മലയുടെ മുകളിൽ നിന്ന് ഈ രണ്ട് വശത്തുനിന്നും കൂടി വരുന്ന ഈ വെള്ളമെല്ലാം കൂടെ ഒന്നിച്ചു കൂടി ഇതാ ഇതിലേ ഇങ്ങനെ അങ്ങ് പോവുക. ഇവിടെ പുഴയിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. പെട്ടെന്ന് മോളിൽ മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ശക്തമായിട്ടുള്ള വെള്ളം വരുവേ, മഴയുള്ള സമയത്തൊക്കെ. അത് ശ്രദ്ധിച്ച് വേണം ഇവിടെയൊക്കെ വന്ന് നിൽക്കാൻ. ഇവിടെ ഒന്ന് കാണാം. വെള്ളം കുത്തി മറിയുന്നതാണ്. ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഏറ്റവും മനോഹരമായ പ്രകൃതി രമണീയമായ കാഴ്ച. നമുക്ക് ഒത്തിരി നേരം ഇവിടെ ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല കേട്ടോ. മഴ വരുന്നതിന് മുമ്പ് നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കണ്ടേ, അതാണ് പ്രശ്നമേ. നമുക്ക് മുന്നോട്ട് അങ്ങനെ പോകാം. റോട്ടിൽ ചെന്ന് വണ്ടി എടുത്തേ അടുത്ത കാഴ്ചകളിലേക്ക് പോകാം. അവിടെ കണ്ടോ ആറ്റുവഞ്ചിയൊക്കെ നിൽക്കുന്നുണ്ടോ. ചെറുപ്പകാലത്തെ ഈ വഞ്ചിവടി ഒളിച്ചുകൊണ്ട് കൊടുത്തിട്ട് അടി മേടിച്ചിട്ടുണ്ട് കേട്ടോ സ്കൂളിൽ നിന്നൊക്കെ. മൂലമറ്റത്തേക്ക് ഇനി കുറച്ച് ദൂരം ഉള്ളൂ കേട്ടോ. ഒരു പഴയ ഗ്രാമം കണ്ടോ ഇവിടെയൊക്കെ. ആ പഴയ ഒരു കെട്ടിടമൊക്കെ വളരെ ഭംഗിയുണ്ടല്ലേ കാണാൻ. ഇനി നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്ഥലത്തേക്കാണ് കിടക്കുന്നത് കേട്ടോ. കൂപ്പിലേക്ക് കുറച്ച് കൂപ്പ് യാത്രയാണ്, തേക്കും കൂപ്പി കൂടെയാണേ. പുറത്തിനതിലേ പോകുന്നുണ്ടോ. പ്രശ്നം ഉണ്ടാക്കല്ലോ കേട്ടോ. ചില അവന്മാരുണ്ടല്ലോ കുറേ ഓടി വരുമെന്ന്. സ്കൂട്ടർ കാണുമ്പോൾ അവർക്കൊരു അഴകാ. എന്ത് രസമാണ് നോക്കി പച്ചച്ച് കിടക്കുന്ന കൂപ്പിനപ്പുറമുള്ള യാത്ര. ആ കാണുന്ന മൂലമറ്റത്തെ സ്കൂളാണ് കേട്ടോ. ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റിൻ്റെ രീതിയിലാണ് ആ സ്കൂളിൻ്റെ പെയിൻറ്റിങ് ഉള്ളത്. കണ്ടോ ഇങ്ങോട്ടത്ത് നിന്ന് അങ്ങോട്ട് നോക്കി ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലെ തന്നെയാണ് അത് പെയിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ മരങ്ങളുടെയും പൂക്കളുടെയൊക്കെ ഇടയിൽ കൂടെ അങ്ങോട്ടുള്ള ഒരു കാഴ്ച ഉണ്ടോ. ആ ഒരു മേഖലയെല്ലാം നന്നായിട്ട് വാഗ പൂത്തിട്ടുണ്ടേ. വാഗമണ്ണിനുള്ള ബസ് പോകുന്നുണ്ടോ. മൂലമറ്റത്തെ പവർ ഹൗസ് ജംഗ്ഷനാണ് ഇത് കേട്ടോ. കേരളത്തിൻ്റെ ഊർജം. മൂലമറ്റം ടൗണിലേക്കുള്ളൊരു എൻട്രൻസ് ആണിത്. ഇവിടുന്ന് മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചെറിയൊരു കവലയാണേ. കോട്ടമലയ്ക്ക് പോകുന്ന വഴിയുണ്ട് വലത്തോട്ട്, ഇടത്തോട്ട് മൂലമറ്റം ടൗണിലേക്കൊക്കെ. പിന്നെ തൊട്ട് താഴെയായിട്ട് KSRTC ഡിപ്പോ ഉണ്ട്. അവിടുന്ന് ഒരു KSRTC കയറി വരുന്നുണ്ടോ. അത് ഡിപ്പോയിലേക്ക് ഇറങ്ങുവാണേ. മൂലമറ്റം ജംഗ്ഷനിൽ നിന്ന് നമുക്ക് ആ വഴിക്ക് ആ കോട്ടമലയ്ക്ക് പോകുന്ന വഴിക്ക് അങ്ങോട്ടൊന്ന് പോകണം കേട്ടോ. ആ വഴിക്ക് കുറച്ച് ഗ്രാമക്കാഴ്ചകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് എടുത്തു വരാം. നമ്മൾ വന്ന ഒരു വഴിയൊക്കെ കണ്ടോ. ആ ഒരു മരത്തിൻ്റെ ഇടയിൽ കൂടെ കിടക്കുന്ന റോട്ടിൽ കൂടെ നമ്മളിങ്ങോട്ട് വന്നേ. ഇപ്പോൾ ഉച്ചയായി. മൂലമറ്റത്തൊന്ന് കീർത്തി ഹോട്ടലിൽ കയറി നമുക്ക് ഇച്ചിരി ഊണം കഴിച്ചിട്ട് അടുത്ത യാത്ര വന്നു. മീന നമ്മൾ ഊണ് കഴിച്ച കട ഇതാണ് കേട്ടോ, ഹോട്ടൽ കീർത്തി. കുഴപ്പമില്ലായിരുന്നേ. 110 രൂപ മീനും ചോറും കൂടെ.